ശബ്ദമുയർത്തുവാനുള്ള ശേഷി എൻ്റെ തലച്ചോറിനുണ്ടായിരുന്നെങ്കിൽ ചുറ്റുമിരിക്കുന്നവർ ചോദിക്കുമായിരുന്നു, ഇവിടെ അടുത്ത് വല്ല ഫാക്ടറിയുമുണ്ടോ? യന്ത്രങ്ങളുടെ ഗർജനം കേൾക്കുന്നല്ലോ. ഇത്രയും ഡെപ്തായിട്ടുള്ള വരികൾ ആരുടേതാണെന്നറിയാമോ? കവിയത്രിയായ നാലപ്പാട്ട് ബാലാമണി അമ്മയുടെയും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററായിരുന്ന BM നായരുടെയും മകളായി ജനിച്ച് മനസ്സിനെ പിടിച്ചിരുത്തുന്ന കൃതികളിലൂടെയെല്ലാം നമ്മുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഉള്ളിൽ തൻ്റെതായ സ്ഥാനമുറപ്പിച്ച പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടി. ചെറുതും വലുതുമായ ഒട്ടനേകം കൃതികൾ, അതിൽ അവാർഡുകൾ കരസ്ഥമാക്കിയതും എന്നാൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയിട്ടുള്ളതുമായ കൃതികൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് മാധവിക്കുട്ടിയുടെ പ്രണയ നോവലുകൾ. മലയാള സാഹിത്യത്തിൽ പ്രണയത്തെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. അവരുടെ പ്രണയ നോവലുകൾ എന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പരുന്തുകൾ, അത്തറിന്റെ മണം, ആട്ടുകട്ടിൽ, രാത്രിയുടെ പാദവിന്യാസം, രോഹിണി എന്നീ നോവലുകൾ പ്രണയത്തിന്റെ പല തലങ്ങളും മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും ആവിഷ്കരിക്കുന്നു. ഈ കൃതികളിൽ പ്രണയം ഒരു വികാരം മാത്രമല്ല, ഏകാന്തത, സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹം, ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം, സാമൂഹിക നിയന്ത്രണങ്ങൾ എന്നിവയിലൂടെ ആഴത്തിലുള്ള അന്വേഷണവുമുണ്ട്. സ്ത്രീയുടെ ഉള്ളറകളിലുള്ള വികാരങ്ങളും ആഗ്രഹങ്ങളും കുറ്റബോധങ്ങളും മാധവിക്കുട്ടി തുറന്നും സത്യസന്ധമായും ഇതിൽ അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ വ്യത്യസ്തമായൊരു സ്ഥാനം ഈ കൃതിക്കുണ്ട്. പരുന്തുകൾ എന്ന കൃതിയിൽ മനുഷ്യബന്ധങ്ങളിലെ അകൽച്ചയും സ്വാതന്ത്ര്യത്തിനായുള്ള മോഹവും പ്രതീകാത്മകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പരുന്ത് ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണെങ്കിലും ഇരയെ നിരീക്ഷിക്കുന്ന സ്വഭാവമുള്ളതുപോലെ മനുഷ്യബന്ധങ്ങളിലും സ്നേഹത്തോടൊപ്പം നിയന്ത്രണവും സംശയവും അധികാരവും കടന്നുവരുമെന്ന് വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അത്തറിന്റെ മണം എന്ന സമാഹാരത്തിൽ ഓർമ്മകളുടെയും പ്രണയത്തിന്റെയും സുഗന്ധം പോലെ മനസ്സിൽ നിലനിൽക്കുന്ന അനുഭവങ്ങളെ ചിത്രീകരിച്ചുവെങ്കിൽ ആട്ടുകട്ടിലിൽ കുടുംബജീവിതത്തിനുള്ളിലെ നിശബ്ദ സംഘർഷങ്ങളും സ്ത്രീയുടെ ആത്മസംഘർഷവും പ്രമേയമാക്കുന്നു. ഒരു പ്രണയകഥ എന്നതിലുപരി ഓർമ്മകളുടെയും നഷ്ടങ്ങളുടെയും ആത്മാന്വേഷണത്തിന്റെയും കഥയാണ് ആട്ടുകട്ടിൽ. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അവസാനിച്ചാലും അവയുടെ സ്വാധീനം മനുഷ്യന്റെ ഉള്ളിൽ എന്നും നിലനിൽക്കുമെന്ന് ഈ കൃതി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രാത്രിയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ അന്തർലോകവും പ്രണയത്തിന്റെ നിഗൂഢതയും വരച്ചുകാട്ടിയ ഭാഗമായിരുന്നു രാത്രിയുടെ പാദവിന്യാസം. മനുഷ്യന്റെ ഉള്ളിലെ മറഞ്ഞുകിടക്കുന്ന വികാരങ്ങളെ അന്വേഷിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ കൃതി കൂടിയാണത്. ഇതിൽ നിന്നെല്ലാം വിപരീതമായി രോഹിണിയിലൂടെ ഒരു സ്ത്രീയുടെ ആത്മാന്വേഷണത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും കഥയും പറഞ്ഞു. ഇങ്ങനെ തുടങ്ങി ഈ കൃതികളിലൂടെ എല്ലാം മാധവിക്കുട്ടി തന്റെ പ്രണയത്തെ വെറും വികാരം എന്ന നിലയിൽ മാത്രം കാണാതെ മനുഷ്യജീവിതത്തിന്റെ സങ്കീർണമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു സമാഹാരമാണ് പ്രണയ നോവലുകൾ. സ്ത്രീ മനസ്സിന്റെ ആഴങ്ങളും ബന്ധങ്ങളിലെ യാഥാർത്ഥ്യങ്ങളും അതീവ ഹൃദയസ്പർശിയായ ഭാഷയിൽ ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നു. അതുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ഇന്നും വായനക്കാരെ ചിന്തിപ്പിക്കുകയും സ്വാധീനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിലപ്പെട്ട കൃതിയായി പ്രണയ നോവലുകൾ നിലനിൽക്കുന്നു. കൂടുതൽ സാഹിത്യ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.